ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടും എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, എപ്പോഴും കഴിക്കാൻ തോന്നുന്നതായിട്ടുള്ള ഒരു സാധനമാണ് ബിരിയാണി. ഇന്ന് തോന്നിക്കുന്ന ടൊമാറ്റോ റൈസ്. ഇതിൽ എൻ്റെ വീഡിയോ എടുക്കുന്നത് അമ്മയാണ്. ആൻഡ് അടുക്കളയൊന്നും വൃത്തിയൊന്നുമില്ല, എന്നാലും നമ്മുടെ രീതിക്ക് നമ്മളിത് ഉണ്ടാക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചീറ്റിപ്പോവാത്ത നല്ല രീതിയിലുള്ള കുക്കർ, അതായത് ഇത് പൊട്ടിത്തെറിച്ച് പോകരുത്, സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, ഇത് എങ്ങോട്ടാണൊക്കെ വീഡിയോ പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, കാണാനും പറ്റുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ടൊമാറ്റോ റൈസ്. ആവശ്യമായ സാധനങ്ങൾ നല്ലൊരു കുക്കർ. ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത് തന്നെ അറിയാം, ടൊമാറ്റോസ്. ഇനി ടൊമാറ്റോസ്, ചില്ലി, സവാള അരിഞ്ഞത്, പിന്നെ കുറച്ച് മസാല, ഏലക്ക, ഗ്രാമ്പൂ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. ഓക്കെ, വളരെ സിമ്പിളാണ്. ആദ്യമായി അരിയുടെ കണക്ക് പറയാം. അരി 2.5. ഓക്കെ, 2.5 ഗ്ലാസ് അരി ഇട്ട് അതിലേക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ആദ്യത്തെ കണക്ക്. ഓക്കെ, ശരി. ഗ്യാസ് ഓണാക്കുന്നു. ഗ്യാസ് ഓണാക്കി ഗ്യാസിൽ വെക്കുന്നു. ഗ്യാസ് ഓണാക്കി ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില, 500 രൂപ 1 കിലോ. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിനുശേഷം നല്ല ശുദ്ധമായ മിൽമ നെയ്യല്ല, മിൽമ നെയ്യ് അതൊഴിക്കുക. വെളിച്ചെണ്ണയും നെയ്യുടെ നല്ലൊരു ഇത് വേണം. ഓക്കെ, അതിട്ട് ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ലേശം മസാലകൾ ഇടുക. ആദ്യം ഇച്ചിരി, ഇത് പൊട്ടിക്കണമെന്നില്ല, എന്നാലും കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ കൊള്ളാം. ഇങ്ങനെ ആക്കിയിട്ട് ഏലക്ക, കുറച്ച് ഏലക്ക ഇടണം. പിന്നെ ഇതാണ് കറുവാപ്പട്ട, 2 പീസ് 3 പീസ് കറുവാപ്പട്ട. പിന്നെ ഇതിനെ വിളിക്കുന്നതാണ് ഏതോ ഒരു ഇല, ലോങ് ലീഫ്, ബേ ലീഫ്. അത് 2-3 കുറച്ച് തീ ഉറയ്ക്കാം. മാറ്റി നിർത്തിയില്ലെങ്കിൽ ഫോണിൻ്റെ ലെൻസിലേക്ക് തന്നെ അടിച്ച് കയറും. ഓക്കെ, ബേ ലീഫ് ഇട്ടു. അതിനുശേഷം കുറച്ച് ഗ്രാമ്പൂ സ്റ്റാറിൻ്റെ സാധനം അതിട്ടു. ഓക്കെ, പിന്നെ വേണ്ടത് പെരുംജീരകം. ഫീല് കിട്ടാൻ വേണ്ടി കുറച്ച് സാധനം കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല. പെരുംജീരകം ഇട്ട് ഇതാകുമ്പോഴേക്കും കുറച്ച് വറ്റൽമുളക്. ഇന്ന് ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ഇതും ഇതിട്ടൊന്ന് ഇളക്കുക. ഇനി നല്ലോണം ഇത്രയും മസാല ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സവാള ഇടണം. ഓക്കെ, സവാള ഒരു 2 സവാള മുഴുവനോടെ ഇങ്ങനെ അരിഞ്ഞെടുത്തത് ഇതുപോലെ ഒന്ന് ഇളക്കുക. ഞാനിപ്പോൾ സിമ്മാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വഴറ്റം മാറുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇടണം. ഒരു
4 പച്ചമുളക്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ചാൽ പച്ചമുളകും തക്കാളിയും എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നമ്മുടെ ഫാമിൽ തന്നെ സാധനമാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും പേടിക്കണ്ട, വിഷാംശമില്ലാത്ത ഭക്ഷണം. ഈ സവാള നമുക്ക് കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ സംഭവങ്ങൾക്ക് ആയിട്ട് വേണം ചെയ്യാൻ. ഇതിനെക്കുറിച്ച് നല്ലോണം ഇതേപോലെ ഇളക്കി കൊടുക്കണം. കൂടുതലിട്ടാലും കുഴപ്പമില്ല, കിട്ടും. ഓക്കെ, ഇഞ്ചകാളി പേസ്റ്റ് ഇട്ട് നല്ലോണം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച്, ലോ ഫ്ലെയിമാണ് ഇടയ്ക്കൊന്ന് കൂട്ടിയായിരുന്നു. ലോ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ സാധാ മുളകും, അതായാലും കുഴപ്പമില്ല, എരിയാവുള്ള ആൾക്കാർക്ക്. വളരെ തീ കുറച്ച് വേണം ഇടാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞ് പിടിക്കും. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2-2.5 ഇടാം. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. ഓക്കെ, മിസ്റ്റേക്ക്. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മസാലകളെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് പിടിച്ച് വരണം. സൂക്ഷിക്കേണ്ടത് അടി പിടിച്ച് ഇതേപോലെ കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ചെറുതായിട്ട് അടി പിടിച്ചിട്ടുണ്ട്. എൻ്റെ ഇളക്കലിൻ്റെ പ്രശ്നം കൊണ്ടാണ്. വലിയ വ്ളോഗറൊന്നും അല്ലാത്തതുകൊണ്ട് സാധനമൊന്നും വയ്ക്കാനുള്ള സ്റ്റാൻഡൊന്നും വാങ്ങിച്ചില്ല, കയ്യിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് പ്രശ്നം. ഇന്നൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറണ വരെ ഇതേപോലെ കിടന്നൊന്ന് ഇളക്കണം. ഓക്കെ, ഇനി ഈ ഇതാകുമ്പോഴേക്കും ആ തക്കാളി, നമുക്കിടാനുള്ള ഇൻഗ്രീഡിയൻ്റെ മെയിൻ സാധനം തക്കാളി, ഒരു 3 തക്കാളി, വലിയ പുളിയില്ലാത്ത തക്കാളി വേണം ഇടാൻ. 3 എണ്ണം ഇതിനകത്തോട്ട് ഇടുക. ആ കുതിർത്ത് വെച്ച അരി ഇടണം. വെള്ളം നല്ലോണം കുതിർത്തിട്ട് കണക്കിന് അരി അതിനകത്തോട്ട് ഇടാം. 2.5 ഗ്ലാസ് അരി ഉണ്ട്, ബിരിയാണി റൈസ്. ഒന്ന് ഇളക്കുക. അതിലേക്ക് നല്ലോണം മസാലകളെല്ലാം ചേരാനായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒരു 5 ഗ്ലാസ് വെള്ളം ഇതേ കണക്കിന് ഒന്ന് ചൂടാക്കി വയ്ക്കാം. ചൂട് വെള്ളം ഇട്ടാൽ കുറച്ചും കൂടെ പെട്ടെന്ന് സാധനമാവും. ചെറിയ ട്രിക്ക്. ഓക്കെ, നമ്മൾ വെള്ളം എടുക്കുന്നു. അതിൻ്റെ പുറത്തേക്ക് 5 ഗ്ലാസ് വെള്ളം. അപ്പോൾ വെള്ളം കൂടിപ്പോയി, എല്ലാം ചീറ്റിപ്പോയി. കുക്കറിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ കുക്കറും ശരിയല്ലായിരുന്നു. നല്ല കുക്കർ വെക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇതേപോലെ എല്ലാം പുറത്തോട്ട് ചാടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗ്യാസ് ഇതൊന്നും ഇല്ലാതെ നേരെ വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഈ ഒരു പരുവത്തിന് നമുക്ക് സാധനം കിട്ടും. ഇനി നിങ്ങൾ പറയാത്തൊരു സാധനം ഉള്ളത്, ഇച്ചിരി മിൻറ്റിൻ്റെ ലീഫും കൂടി ഇട്ടാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങും. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ചമ്മന്തി അച്ചാറും കൂടി ഇട്ടാൽ സൂപ്പർ. അല്ലെങ്കിൽ സാലഡും ആഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.